ഇന്ന് മിക്ക വീട്ടിലും ബീഫ് കിട്ടിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് ബീഫ് വെച്ചിട്ട് ഒരു നാടൻ രീതിയിൽ ഒരു വരട്ടുണ്ടാക്കിയാലോ? അപ്പോൾ ദാ നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ദാ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ദാ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് പൊരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവ, ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ ദാ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത്, പേസ്റ്റ് അല്ല കേട്ടോ, ചതച്ച് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ദാ 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെലയും, കുറച്ചധികം തന്നെ കറിവേപ്പിൻ്റെല ഈ ഒരു ബീഫ് വരട്ടിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നത്. പിന്നെ ഒരു 10-25 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. വളരെ ചെറുതല്ല, ഒന്ന് അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ടൈമിലാണ് കേട്ടോ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത്. കുറച്ചേ എടുത്തിട്ടുള്ളൂ, 1/2 കിലോ ബീഫാണ് എടുക്കുന്നത്. പിന്നെ അതിലൊരു 5-6 പച്ചമുളക് ചേർക്കുന്നുണ്ട്. വളരെ ചെറുതായതുകൊണ്ട് എരിവ് കുറവാണ് കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. കുരുമുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ബീഫ് മസാലപ്പൊടി ആണ് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ആ പൊടി ഇട്ടിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ബീഫാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മസ്റ്റായിട്ടും എല്ല് എടുക്കാൻ മറന്നു പോകരുത് കേട്ടോ, എല്ലാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം വീണ്ടും മൂടി തുറന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചധികം നേരം വേവണമല്ലോ ബീഫ്. പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാനുള്ളൊരു ടിപ്പാണ് അതേപോലെ ചിരട്ട എടുത്തിട്ട് നന്നായി കഴുകിയിട്ട്, പുതിയ ചിരട്ടാണ് കേട്ടോ, തേങ്ങ ഒന്ന് പൊട്ടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കർമൂസ വേണമെങ്കിൽ നമുക്കൊരു പീസ് ഇട്ട് കൊടുക്കാം, പക്ഷേ ബീഫ് വരട്ടിന് അത് ഇടണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഏകദേശം വെള്ളം വറ്റി വരാനായപ്പോൾ ഞാനിതാ ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആ ചിരട്ട എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് മറന്നു പോയാലോ വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കും. പൊറോട്ടൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിനു വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബീഫ് വരട്ടാണ് കേട്ടോ അത്.